ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് തേക്കടിയിലെ റോസ് പാർക്കിലാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ദോ അവിടെയും പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതോ ആ കാണുന്ന സ്ഥലത്തും പാർക്കിംഗ് ഉണ്ട്. ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിയാണ്. നിലവിൽ 2 പാക്കേജുകളാണ് ഉള്ളത്, കിഡ്സ് പാക്കേജും ഫുൾ പാക്കേജും. അതല്ലാതെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് അത്ര ലാഭമല്ല. റൈഡൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ എൻട്രി മാത്രം മതിയെങ്കിൽ 120 രൂപയാണ് എൻട്രൻസ് ഫീ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പുവിന് 350 ഒരു കിഡ്സ് പാക്കേജും ഫുൾ പാക്കേജ് 2 എണ്ണം എടുത്തു. പിന്നെ 120 എൻട്രൻസ് ഒരു 2 എണ്ണം എടുത്തു. അങ്ങനെ നമ്മൾ 5 പേർക്ക് ഇങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം എല്ലാവർക്കും ഫുൾ പാക്കേജ് എടുക്കാത്തത് എന്താ എന്ന് ചോദിച്ചാൽ എല്ലാ റൈഡ്സും നമ്മൾ യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പം യൂസ് ചെയ്യാത്ത റൈഡ്സ് അത് ഇപ്പം കൂടെ എൻട്രൻസ് മാത്രം എടുത്ത് വന്നവർക്ക് ഇപ്പം ആ ഒരു എമൗണ്ടിന് വരുന്ന ഇഷ്ടപ്പെട്ട ഏത് റൈഡിൽ വേണോ കയറാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സ്വാപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാത്തത്. പിന്നെ കഴിവതും പ്രായമായവരെ കൊണ്ടുപോകുന്നെങ്കിൽ എല്ലാ റൈഡ്സിലും ഒന്നും അവർക്ക് കയറാൻ സാധിക്കില്ല. അപ്പം ഇതുപോലെ അവർക്ക് എൻട്രൻസ് മാത്രം എടുത്താൽ മതി. നമ്മൾ യൂസ് ചെയ്യാത്ത ഒരുപാട് റൈഡ്സ് കാണും. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട റൈഡ്സിൽ ആ ഒരു റൈഡിൻ്റെ എമൗണ്ട് അതിലേക്ക് ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പാസ് എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇത് കോൺക്രീറ്റിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഇത് വള്ളത്തിൻ്റെ ഷേപ്പിൽ. ഇത് പണ്ട് പാടത്തിൽ നിന്നൊക്കെ വെള്ളം കയറ്റി വിടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഒരു നാടൻ രീതിക്കുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കിഡ്സ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടും വെറുതെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ബഞ്ചി ട്രംബോളിൻ ചെയ്ത് നോക്കിയാലോ? തിരക്ക് കുറവാണെങ്കിൽ നോക്കാം. അങ്ങനെ അടുത്ത് അപ്പു ആണ് കയറിയത്. അപ്പം അത്യാവശ്യം നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ബെൽറ്റൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. മതി. ഓ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് ഷൂട്ടിങ്ങിലേക്കൊന്ന് പോവാം. ഇതിൽ കണ്ടോ, നമ്മൾ ഓരോന്നിൽ കയറുന്നത് വെട്ടി വിടും. നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേറെ ആർക്കെങ്കിലും നമ്മളെ കൂടെ ഉള്ളവർക്ക് കയറണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പം എനിക്കിപ്പോൾ ഏതെങ്കിലും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ കൂടെ ഉള്ള ഒരാൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരെണ്ണമെങ്കിലും കൊണ്ട് അപ്പം നമുക്കിനി ആർച്ചറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഐസേ,
2 കൊണ്ടു കേട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. കയാക്കിങ്ങും വാട്ടർ സൈക്കിളും ഈ ഒരു പോണ്ടിലാണ് 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. കാരണം ചെറിയൊരു പോണ്ടാണ്. മൊത്തത്തിൽ 10 ഏക്കറിലാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോഷൂട്ടിനും ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ്. ഇതിനകത്ത് ചെറിയൊരു ഏലക്ക പ്ലാന്റേഷൻ ഉണ്ട് കേട്ടോ. നമുക്കൊപ്പം അതിനകത്തൂടെ കുറച്ചൊന്ന് നടന്നു നോക്കാം. കുട്ടികളെ കൊണ്ട് ഇതിനകത്ത് കയറുന്നവർ അത്യാവശ്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ മുള്ളൊക്കെ കൊണ്ടാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അലർജീസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക.
ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.